ജിബിരി തങ്ങളെ ചെരുപ്പിന്റെ ബാറായ യോഗ്യത ഈ ജിബിരി തങ്ങൾ എന്നാ വന്നത് ചങ്ങയ്യ ഒന്ന് പറഞ്ഞു തരുമോ? ഈ എന്റെ പ്രായം എത്ര, അന്ന് എന്റെ വയസ്സൊന്ന് പറഞ്ഞാ. അന്നേക്കാട്ടും സീനിയറിറ്റി ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. എനിക്കിപ്പോ 60 വയസ്സായി. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു മുതലാണ് ആ മുതല്. എവിടുന്ന് കൊണ്ടുവന്നാണ് ഈ മുതലിനെ ഒന്ന് പറഞ്ഞു തരുമോ? പക്ഷെ അങ്ങനെ ഒരു ജിബിരി തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഈ മുതലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു സ്റ്റേജിലും കണ്ടിട്ടില്ല, എവിടെയും പ്രസംഗിക്കണും കണ്ടിട്ടില്ല. ഞങ്ങൾ എവിടുന്ന് വലിച്ചു കൊണ്ടാണ് ഈ മുതലിനെ? അപ്പൊ ശത്രുക്കൾ കൊണ്ടുവന്നാണ് ഈ മുതലിനെ. സമസ്ത മുഷാവറയിൽ ലീഗ് അല്ലാത്ത ഒരു പ്രസിഡന്റ് വേണം. ആ പ്രസിഡന്റിനെ നിങ്ങൾ കൊണ്ടത് ഈ ശത്രു CPM-ഉം KT ജലീലിന്റെ നോമിനിയാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ലീഗിനും സമസ്തയും തമ്മിൽ വേർപ്പെടുത്തി അതിനെ തമ്മിൽ അടുപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിക്കാണ്ട് വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി CPM-ഉം ജലീലും കൂടി ചെയ്ത പണിയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സമസ്ത പ്രവർത്തകരാരും ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ പ്രസിഡന്റ് ആയതിന് മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു തരി. പിന്നെ അങ്ങനെ അയാളെ ചെരുപ്പിന്റെ വാറ് ഞങ്ങൾ ആവല് ഒന്ന് പറഞ്ഞോണ്ടാ. നല്ല അച്ചാരം CPM-ന്റെയും ജലീൽ മുഖാന്തരം CPM-ന്റെ അടുത്ത് അച്ചാരം വാങ്ങി നക്കിയിട്ടാണ് ഇവർ ഈ ശജന വിഭാഗം ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത്. UDF സഖ്യം വരുമ്പോൾ എല്ലാവരും കോണിക്കും കൈപ്പത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് ചെയ്യും. പക്ഷെ കോണി ചിഹ്നത്തില് ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആര്യാടൻ കോൺഗ്രസ്സുകാരാ. ഈ ആര്യാടൻ കോൺഗ്രസിന്റെ കുടുംബം ആണ് ഇയാളെ കുടുംബം. പക്ക ആര്യാടൻ കോൺഗ്രസ്സുകാരാ. ഇയാളൊരു മോന് ആര്യാടൻ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് മണ്ണാക്കട്ടെ എന്തോ ആണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബം. പിന്നെ ഇയാളെ പറ്റി പറഞ്ഞ ഇയാള് തങ്ങളാണ്, സയ്യിദാണ് ഒക്കെ ശരി, സമ്മതിച്ചു. ഒരു തങ്ങളും സയ്യിദും വലിയൊരു ആലിമുമാണെന്നുണ്ടെങ്കിൽ ആര്യാടൻ കോൺഗ്രസിനെ പിൻപറ്റുമോ? ആര്യാടൻ കോൺഗ്രസ് അയാളെ ഇമാം ആരാ? ആര്യാടൻ മുഹമ്മദ് ആരാ? നിരീശ്വരവാദിയായ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റുമോ ഇയാളെ പോലുള്ള ഒരു ആലിമിന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വോയിസുകളൊക്കെ ലീഗിന് തന്നെ നമുക്ക് തന്നെ ക്ഷീണം ചെയ്യും. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ചടപ്പ് തോന്നും. ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ വെറും വ്യക്തിവിരോധം കൊണ്ട് ഇല്ലാത്ത കുറേ നുണകൾ പടച്ചുണ്ടാക്കി വളരെ മോശമായിട്ട് പറയുന്ന ഈ ശൈലി വളരെ ക്ഷീണം ചെയ്യും. മാത്രമല്ല, ജിഫ്രി തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് കേട്ടാൽ ലീഗ് വിരുദ്ധരാകാനാണ് സാധ്യത. ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചില ശൈലികളോടും സംസാരങ്ങളോടും പെരുമാറ്റങ്ങളോടും ചിലപ്പോൾ എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കൊള്ളുന്നില്ല. അത് സ്വാഭാവികമല്ലേ. എല്ലാ നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജിഫ്രി തങ്ങൾ ലീഗ് വിരുദ്ധനാണ്, എവിടുന്നോ പൊട്ടിമുളച്ച് വന്നാണ്, പാരമ്പര്യമില്ലാത്ത ആളാണ്, ഗൾഫിൽ പൊതിഞ്ഞു കൊടുക്കുകയും ബിസിനസ് പൊട്ടിയിട്ട് പറ്റിച്ച് പോകുന്ന ഇതൊക്കെ പച്ചന്നുണ്ടല്ലേ പറയണമൊക്കെ. ജിഫ്രി തങ്ങൾ എൻ്റെ നാടിനടുത്താണ്, കീശ്ശേരിയാണ് താമസിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ലീഗുകാരനാണെന്ന് അവിടുത്തെ ലീഗിൻ്റെ പ്രവർത്തകർക്ക് തന്നെ അറിയാം. ലീഗിൻ്റെ ഏത് പിരിവിന് ചെന്നാലും സഹായിക്കുന്ന ആളാണ്. പണ്ട് മുതലേ വീട്ടിൽ ചന്ദ്രിക വരുത്തുന്ന ആളാണ്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴോ അവിടെ ചന്ദ്രിക ഉണ്ടാവാറുണ്ട്. ലീഗിൻ്റെ ആളാണ് അദ്ദേഹം. കോൺഗ്രസ്സുകാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വാപ്പ ലീഗിൻ്റെ തിരുരങ്ങാടി മണ്ഡലം ഭാരവാഹിയായിരുന്നു. 1-2 ആൾക്കാർ പറഞ്ഞ് തിരുരങ്ങാടി മണ്ഡലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. എനിക്കെൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. ഏതായാലും ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ലീഗിൻ്റെ നേതാക്കന്മാർ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറും ആതിഥേയത്വം കൊടുക്കാറൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹി, മണ്ഡലം വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് നല്ല ലീഗുകാരനാണ്. മൂത്ത മകന്. രണ്ടാമത്തെ മകൻ പിന്നെ പണ്ട് KSUവിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്താ കോൺഗ്രസ് അയച്ചിട്ട് എത്ര ആൾക്കാർ ഇപ്പോൾ നാളെ മുക്കത്ത് മരിച്ച അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലായിരുന്നോ? ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പുട്ടി ഹാജി നഫറല്ലാഹു മർക്കദ മരണം വരെ കോൺഗ്രസ് ആയിരുന്നു, ലീഗുകാരനല്ല. അപ്പോൾ ലീഗ് മാത്രം പ്രവർത്തിക്കാൻ പാടുള്ളൂ സമസ്തക്കാർ എന്ന് നമുക്ക് സമസ്തക്കൊന്നും ആയല്ലോ. അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് കണ്ണിയത്ത് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഷംസുലമയൊക്കെ എല്ലാ കാലത്ത് ഓരന്ന് നയം കൊണ്ടേ എല്ലാ സമസ്തക്കാരും ലീഗിൽ തന്നെ പ്രവർത്തിക്കാവൂ, ലീഗുകാരനാവണം, അങ്ങനെയല്ലല്ലോ. സമസ്തക്ക് രാഷ്ട്രീയമില്ല നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമല്ലോ. ബാപ്പുട്ടിയാജി മരണം വരെ കോൺഗ്രസ്സുകാരായിരുന്നു. പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുകയും മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരനാ ഷംസുൽമ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് എന്നാലും ജിഫ്രി തങ്ങൾ കോൺഗ്രസ്സാണ് പറയണത് ശരിയല്ല. അദ്ദേഹം കോൺഗ്രസ് അല്ല, ലീഗുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പി ലീഗുകാരനായിരുന്നു, മൂത്ത മകനും ലീഗാണ്. പിന്നെ എന്തിനാണ് ഇല്ലാത്തൊക്കെ നുണ പറഞ്ഞുണ്ടാക്കണ്? മാത്രമല്ല, ജിഫ്രി തങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരോടുള്ള വിരോധമാണ് അങ്ങനൊന്നും പറഞ്ഞ് ഇല്ലാത്ത പരത്തുണ്ടല്ലോ. ജിഫ്രി തങ്ങൾക്ക് ഒരു മകളല്ല, ഒറ്റ മകളാണ്. ആ മകളെ നിക്കാഹ് ചെയ്തത് പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളാണ്. അപ്പോൾ ജിഫ്രി തങ്ങളെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെ ചോദിച്ചു, നമുക്കതിന് ഒരുപാട് തങ്ങന്മാർ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, പിന്നെ പാണക്കാട് നിന്ന് സയ്യിദിനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. സ്വാഭാവികമായി അന്വേഷിച്ചതാണ്. അന്ന് ജിഫ്രി തങ്ങൾ അന്ന് പറഞ്ഞ മറുപടി എന്താണോ? എന്നോട് ആ നാട്ടുകാർ പറഞ്ഞതാണ്. എൻ്റെ അളാപ്പ കക്കാട് അഹമ്മദ് ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
പാണക്കാട് തങ്ങന്മാരാണ് എപ്പോഴും സമുദായത്തിൻ്റെ നേതൃത്വത്തിലുള്ളത്. സമുദായം എപ്പോഴും മുമ്പിൽ വെച്ചത് അവരെയാണ്. അപ്പോൾ അവരെ നമ്മളും നേതാക്കന്മാരാക്കണം, അവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിഫ്രി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ മകളെ നിക്കാഹ് ചെയ്യാൻ പാണക്കാട് ഉമർ ശിഹാബ് തങ്ങൾ തന്നെ വരണം. അങ്ങനെ പോയി ക്ഷണിച്ചു. പാണക്കാട് ഉമർ ശിഹാബ് തങ്ങളാണ് ജിഫ്രി തങ്ങളെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുത്തത്. വലിയ ഇൽമുള്ള ആളാണ്, പണ്ഡിതനാണ്, ഉസ്താദാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം തന്നെ ചെയ്തു കൊടുത്താലല്ലോ. ഇൽമിനും കിതാബിൻ്റെ വിഷയത്തിലും ഉമർ ശിഹാബ് തങ്ങളെക്കാൾ പക്ഷേ ജിഫ്രി തങ്ങൾക്ക് അറിവുണ്ടെങ്കിലും നിക്കാഹ് ചെയ്യിച്ചത് പാണക്കാട് തങ്ങളെ കൊണ്ടാണ്. ആ ഒരു ബന്ധം അന്ന് മുതലേ സ്ഥാപിക്കുന്നവരാണല്ലോ. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെന്നെ കീശേരിയിലെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്ദുൾ റബ്ബ് മഞ്ചേരി മത്സരിക്കുന്ന സമയത്ത് ലീഗിൻ്റെ ചില പ്രവർത്തകന്മാർ ചെന്ന് ജിഫ്രി തങ്ങളോട് പറഞ്ഞ് അദ്ദേഹം മുജാഹിദ് ആശയക്കാരാണ്, വഹാബിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കണത് ക്ലാസ് ദർസ് തുറക്കാനോ ഹുത്തുബോധാനൊന്നുമല്ലോ, ഭരണകാര്യത്തിന് വേണ്ടി അതിന് മുമ്പ് നിപുണനാണ്, ഒരു പാരമ്പര്യം കൂടെ തെളിയിച്ചതാണ്. ആരോ ആപ്പി മറ്റൊക്കെ അങ്ങനെയാണ്. പരപ്പനങ്ങാടി 10-12 പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ വഹാബിയാണെന്നെല്ലാം നോക്കേണ്ടത്, മുജാഹിദോ ആ ചർച്ച പ്രസക്തമല്ല, വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ പ്രവർത്തകന്മാർ തിരിച്ചയച്ചത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ബാബാൻ്റെ വീട്ടിൽ എത്രയോ നമ്മൾ പോയതാണ്. അപ്പോഴൊക്കെ ചന്ദ്രിക പണ്ട് മുതലേ ചന്ദ്രിക വരുത്തുന്ന ആളായിരുന്നു. ചന്ദ്രികയുടെ വീട്ടിലുണ്ടാവും. പിന്നെ എന്തിനാ ഈ പറഞ്ഞുണ്ടാക്കണമൊക്കെ വെറുതെ. അപ്പോൾ അതിനൊന്നും അർത്ഥമല്ല അറിയാം. പിന്നെ ഏത് വർഷമാണ് പൊട്ടിമുളച്ച് വന്നാണ് പാരമ്പര്യമല്ല, അതിനൊന്നും അർത്ഥമല്ലല്ലോ. സമസ്തയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടാകുന്ന കാലത്തെ ഫത്വ കമ്മിറ്റി മെമ്പറല്ലേ ജിഫ്രി തങ്ങൾ. ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് ഉള്ള കാലത്ത് തന്നെ അദ്ദേഹം ട്രഷറാണ് സമസ്തൻ്റെ. ഫത്വ കമ്മിറ്റി മെമ്പറായി, ട്രഷറായി, പിന്നെ പ്രസിഡൻ്റായി വന്നതാണ്. വലിഞ്ഞ് കയറി വന്നത് ആരെങ്കിലും നിർബന്ധിച്ച് സ്വന്തം ആണെന്ന് പറഞ്ഞിട്ടല്ലോ, ജനങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ചാക്കിയതല്ലേ. പിന്നെ വെറുതെ കയറി വന്നതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ അർത്ഥമല്ല. ഷംസുലുലമൻ്റെ കൂടെ അദ്ദേഹം നന്ദിയിലുണ്ടായിട്ടുണ്ട്. 6 കൊല്ലത്തോളം ഷംസുലുലമൻ്റെ കൂടെ. ഷംസുലുലമയാണ് നന്ദിക്ക് കൊണ്ടുവരണേനെ. 16 കൊല്ലം നന്ദി ദാറുസ്സലാമിൽ ഉസ്താദായിട്ടുണ്ട്. അവിടെ തുഹഫയും വലിയ കിതാബൊക്കെ ദർശെടുത്തിയാളല്ലേ. എന്തിനീ പാരമ്പര്യമില്ലാറുണ്ട്. പിന്നെ ഗൾഫിൽ പോകുന്നത് എല്ലാവരും പോയില്ലേ. എത്രയോ പണ്ഡിതന്മാർ ഗൾഫിൽ ആദ്യകാലം ജോലി ചെയ്ത് പിന്നെ പട്ടിക്കാടും ദാറുദ പോലത്തെ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാകും. അത് കേരളത്തിൽ അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ദർസ് മുദരിസന്മാർ ഗൾഫ് പോയിട്ടുണ്ട്, പിന്നെ ദർസ് എടുത്തും ദർസിന് മുമ്പ് പോകും, ശേഷം പോകും. അതൊക്കെ അതിലൊന്നും പ്രശ്നമല്ലല്ലോ. ഷംസുലുലമയാണ് അദ്ദേഹത്തെ എടുക്കുകയുണ്ടായത്, നന്ദിക്കും ഉണ്ടായത്. ഷംസുലുലമൻ്റെ കൂടെ സേവനം ചെയ്തിട്ടുണ്ട് മൊത്തം 16 കൊല്ലം. MT ഉസ്താദ് തങ്ങൾ ഉസ്താദ് ജിഫ്രി തങ്ങളുടെ ഉസ്താദാണ് ഇവിടുന്ന് ജാമ്യയിൽ നിന്ന്. ആ MT ഉസ്താദ് ഉണ്ടാകുമ്പോഴും നന്ദിയിൽ ഉസ്താദ് വൈസ് പ്രിൻസിപ്പാളല്ലേ, പിന്നെ പ്രിൻസിപ്പാളായി തങ്ങൾ ജിഫ്രി തങ്ങൾ. അതുപോലെ തന്നെ യമാനിയിൽ വൈസ് പ്രിൻസിപ്പാളായി, പിന്നെ പ്രിൻസിപ്പാളായി. ജാമ്യ യമാനിയിലും അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ MT ഉസ്താദ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സമസ്തൻ്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളല്ലേ. ഉസ്താദുൽ അസാത്തി എന്ന് പറഞ്ഞാൽ കോട്ടുമല ഉസ്താദ്, ഇപ്പോൾ ഉള്ള പിന്നെ പട്ടിക്കാടത്തെ ഉസ്താദ് സൂഫി വരനല്ലേ, അദ്ദേഹം ജിഫ്രി തങ്ങൾ ഉസ്താദാണ്. എന്നിട്ടും ജിഫ്രി തങ്ങളാണ് സമസ്തൻ്റെ പ്രസിഡൻ്റായില്ലേ. അത് ഓരോരുത്തർക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖല്ലേ. പിന്നെ എന്തിനാണ് അതൊക്കെ ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കേണ്ട ആവശ്യം? അതിനൊന്നും അർത്ഥമല്ല. പിന്നെ അദ്ദേഹം ദാറുദൽ ഉസ്താദല്ലേ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദാറുദൽ ഉസ്താദൊക്കെ അല്ലേ. ദാറുദൽ എത്ര നല്ല കിതാബുള്ള ഉസ്താദന്മാരുണ്ട്. ദാറുദൽ ഇപ്പോഴും വലിയ കിതാബൊക്കെ എടുത്ത് കൊടുക്കണം, സുബുക്ക് ചൊല്ലി കൊടുക്കണം. തീരെ കഴിവില്ലാത്തവളെ, യോഗ്യത ഇല്ലാത്തവളെ നിർത്തുമോ? അപ്പോൾ പിന്നെ വെറുതെ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞ് പരത്തി ആൾക്കാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ജാമ്യയിലെ മുദരിസന്മാർക്കടക്കം ജാമ്യയിൽ അദ്ദേഹം വലിയ ഉസ്താദന്മാർക്കും ഉസ്താദന്മാർക്കും തുഴഫൻ്റെ സബുക്ക് എടുത്തിരുന്നു. എൻ്റെ മരണപ്പെട്ടുപോയ ജ്യേഷ്ഠൻ മുഹമ്മദ് ബാക്കവി സ്ഥിരമായിട്ട് പട്ടിക്കാട് പോകാറുണ്ടായിരുന്നു. ആ സബുക്കൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ആ ബഹുമാനം നിലനിർത്തും ചെയ്യും. വീട്ടിലുണ്ടായ പഴത്തിൻ്റെ കുലൊക്കെ ജിഫ്രി തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് എപ്പോഴും ആ ബഹുമാനം ആദരവ് നിലനിർത്തുകയും അത് ചെയ്തിരുന്നു. പിന്നെ ഒന്നും തിരിയാത്ത ആളാണ്, ദർസി പാരമ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുണ്ടാക്കണത് വെറുതെ ഒരു വർത്തമാനം മാത്രമല്ലേ. ജിഫ്രി തങ്ങൾ കടമേരി മുദരിസായിട്ട് ബാപ്പൂലേരെ കൊണ്ടുവരും, കൂട്ടുമൂല ബാപ്പൂലേര്. പിന്നെ ഷംസുലുമ ബന്ധപ്പെട്ടിട്ടാണ് കടമേരി ഇങ്ങോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ട് നന്ദിയൊക്കെ ഉണ്ടായത്. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ലേ. അത് ഓരോ കബൂലിയത്തല്ലേ. പല കാര്യത്തിലും വിയോജിപ്പ് പലർക്കും ഉണ്ടായേക്കാം, അത് വേറെ വിഷയം. അതുപോലെ പിന്നെ അപ്പോൾ സ്വയം കയറി വന്നാണ് ഇല്ലാത്തതാണ് അത് പറയരുത്. നമ്മളിപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ഒരു വിഭാഗമായിട്ട് ചിത്രീകരിക്കും വേണ്ട. നമ്മളൊരു വ്യക്തിയുടെ അഭിമാനം പെറ്റി ചീന്തപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ യാഥാർത്ഥ്യം പറഞ്ഞ് അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നരകമോചനം ഉണ്ടെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലോ. മുമ്പ് തന്നെ ഞാൻ ഗ്രൂപ്പിൽ പാണക്കാട് സയ്യിദുൽ ഉമ്മയെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആരും വിമർശിച്ചപ്പോൾ വോയിസ് ഇട്ടിരുന്നു, വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അറിയാതെ വെറുതെ തീർക്കുകയാണ്. ഈ ഐക്യ സമൂഹത്തിൻ്റെ പിന്നെ ഒരുമയൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞൊക്കെ ഇല്ലാത്ത കുറേ വർത്തമാനങ്ങൾ മാത്രമാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ഷംസുലുമയാണ് നന്ദിക്ക് കൊണ്ടായത്. 16 കൊല്ലത്തോളം നന്ദിയിലുണ്ടായിട്ടുണ്ട്. തോഫ സബുക്ക് എടുത്തിട്ടുണ്ട്. പട്ടിക്കാട് ഉസ്താദന്മാർക്ക് വരെ സബുക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാറുദൽ ദർസെടുത്തുന്ന ആളാണ്. യമാനീൻ്റെ വൈസ് പ്രിൻസിപ്പാളായി, നന്ദിൻ്റെ പ്രിൻസിപ്പാളായി. അതിന് മുമ്പ് 150 കുട്ടികൾക്ക് ദർസ് എടുത്തിട്ടുണ്ടല്ലോ. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ദർസ് നടത്തിയിരുന്നു. അപ്പം അങ്ങനത്തെ പാരമ്പര്യം ഇല്ല നമുക്ക് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ്. അതിന് നമ്മൾ പെട്ടു പോകരുത്. ഏതൊരു ആരംഭ്യങ്ങളല്ലേ.
പല നിലയ്ക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പോൾ അദ്ദേഹത്തിന് പാരമ്പര്യം തീരെ അല്ല, ആര്യമല്ല, പൊതിഞ്ഞെടുക്കുന്നതൊക്കെ വളരെ പച്ച നുണകൾ മാത്രമാണ്. പിന്നെ ചില ശൈലികൾ ചില ആളുകൾക്ക് യോജിക്കുക, അതൊക്കെ വേറെ വിഷയം. അതിൻ്റെ പേര് ഈ സംവിധാനങ്ങൾ തകരാൻ പാടില്ല. ഇനി പാണക്കാട് ബഹുമാനപ്പെട്ട സ്വാധികരിതങ്ങളാണെങ്കിലും ശരി, കാലഘട്ടത്തിനനുസരിച്ച് ചില നീക്കുപോക്കുകളൊക്കെ നടത്തുമ്പോൾ അതിലൊക്കെ ഓരോ ചെറിയ തെറ്റുകൾ കണ്ടുപിടിച്ച് വിമർശിച്ച് തകരാൻ പാടില്ല. ഈ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. ഇത്തരം വോയിസുകൾ കൊടുക്കാതിരിക്കുക. ജിഫ്രി തങ്ങൾ വലിയ ആലിമാണ്, വലിയ സയ്യിദാണ്. അതൊക്കെ നമുക്ക് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളില്ല. നാട്ടിലൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ അദ്ദേഹം ലീഗ് വിരുദ്ധനാണ്, കോൺഗ്രസ്സുകാരനാണെന്നുള്ളതൊക്കെ നുണയെന്നുള്ളത് നാട്ടിലെ ആൾക്കാർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് കൂടി വെറുപ്പുണ്ടാവില്ലേ. എന്തിനാണ് നമ്മൾ വെറുതെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ നമ്മൾ മാറേണ്ടത്? അള്ളാഹു നമ്മൾ ഐക്യം നിലനിർത്തി തരട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരട്ടെ, മസലാത്താക്കി തരട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.